ഞങ്ങളുടെ ലവ് സ്റ്റോറിയുടെ മെമ്മറിയാണ് ഗൈസ് ഈ ചെപ്പല്. അപ്പോൾ ഇന്നത്തെ ഡിന്നർ ജങ്കാണ് ഗൈസ്. അപ്പോൾ അവിടെ ഇരുന്നോണം. ഓക്കെ, ഇത് ആഫ്രിക്കൻ പാരറ്റ് ആൻഡ് ഗ്രീൻ പാരറ്റിന് കൊടുക്കുന്നതാണ്. ആക്ച്വലി 2 ദിവസമായി ഗൈസ് ഇവരെ കേജിൽ നിന്ന് പുറത്തിറക്കി കുളിപ്പിച്ചിട്ട്. അതാണ് കുറച്ച് ദേഷ്യം, ഭയങ്കര വിളിയായിരുന്നു. എന്ത് വേണമാണ് അടുത്തുള്ളതൊന്നും ജീവിക്കില്ലേ? അറിയ 2 ദിവസം പുറത്തിറക്കിയിട്ട് ഇന്ന് പുറത്തിറക്കാം. വിളിയോട് വിളിയാണ്. വേറെ ഭക്ഷണം വന്നില്ലായിരുന്ന എന്നല്ല പിന്നെ എന്താണ് വിളി? വാ ഇറങ്ങി പുറത്ത്, വാ 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 വാ, ഓടിയോ ഓടിയോ. എന്തായി 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 ബാബു? എന്താണ് എന്താണ് സന്തോഷായ? സന്തോഷായ? 2 ദിവസം പുറത്തിറക്കി നീ ദേഷ്യപ്പെട്ടു പോയാ? അയ്യോ ബാബു, എന്തായി? കണ്ണാടി കളിക്കില്ലേ? ആ എന്തായി? ക്യാമറ ഹലോ പറ. എന്താണ് ഹലോ പറ. ഹലോ 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 പറ. ഹലോ പറ. ആക്ച്വലി 2 ദിവസമായി ഗൈസ് ഇവരെ കേജിൽ നിന്ന് പുറത്തിറക്കി കുളിപ്പിച്ചിട്ട്. അതാണ് കുറച്ച് ദേഷ്യം, ഭയങ്കര വിളിയായിരുന്നു. ആക്ച്വലി എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഫ്ലാറ്റിൽ 2 പേര് വീട് മാറി. എന്താണെന്ന് എനിക്കിതൊരു മനസ്സിലായില്ല. ഇന്ന് ഇവന്മാരെ വിളി കേട്ടിട്ടാ മനസ്സിലായത് ഇവന്മാർ കാരണം 2 പേരും മാറിയതെന്ന്. അത്രയ്ക്ക് നിലവിളിയാണ്. ഇതുപോലെ നിലവിളിക്കുവോ? ആ കണ്ടില്ലേ? ആന്ന് ആ പറ. രണ്ടുപേരും വന്നു. അപ്പൊ ആദ്യം നമുക്ക് ഇവന്മാരെ കുളിപ്പിക്കാം. കേജിൽ നിന്ന് പുറത്താക്കിയിട്ട് ആക്ച്വലി 2 ദിവസമായി, അതുപോലെ കുളിപ്പിച്ചിട്ട് 2 ദിവസമായി. അതാണ് ഇത്രയും ദേഷ്യം. അപ്പോൾ ഒന്ന് കുളിപ്പിച്ച് പുറത്തൊന്ന് ഫ്രീ ആയിട്ട് വിടുമ്പോഴത്തേക്കും ആള് ചില്ലാവും. അത് കഴിഞ്ഞ് കടിക്കൂല എന്ന് വിശ്വസിക്കാം. അപ്പൊ ദേഷ്യം വന്നാൽ കുറച്ച് കടിക്കും ഗൈസ്. ദേഷ്യം പിന്നെ വിശപ്പ്, ഇത് 2 വന്നു കഴിഞ്ഞാൽ അക്രമകാരികളാണ്. ഇവരടുത്തേക്കേ പോകാൻ പാടില്ല. ഒരു ദിവസം ആക്ച്വലി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല വിശന്ന്. എനിക്ക് തോന്നുന്നു നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്ക് പോയിട്ട് ആപ്പിൾ കൊടുത്താണ്. അപ്പോൾ നല്ല വിശന്നിരിക്കുകയായിരുന്നു. അച്ഛൻ ചെന്ന് കാലിൽ ചെറുതായിട്ട് പിടിച്ചു എന്നെ കളിപ്പിക്കാനായിട്ട്. ഒറ്റ കടി കയ്യിൽ നിന്ന് രക്തം വന്നു. അപ്പൊ ഇതാണ് ഗൈസ് ഉമ്മയുടെ ഫേവറേറ്റ് സ്പോട്ട്. എപ്പോഴും കുളിപ്പിച്ച് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കും 2 പേര്. ഒരാളിപ്പോ അവിടെയാണ്. കുളിച്ചാ? 2 പേരും കുളിച്ചാ? അപ്പൊ അവിടെ ഇരുന്നോണം. ഓക്കെ. ആ ഞാൻ നമ്മുടെ സൺകണൂറിനായിട്ടുള്ളൊരു ഫുഡ് നോക്കുമായിരുന്നു. അപ്പോൾ കണ്ടിട്ട് ഇത് കൊള്ളാമെന്ന് തോന്നുന്നു. ഇതിന് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. ഇതിൻ്റെ പ്രൈസ് ആക്ച്വലി 1 kg 579 ആണ്. ഇത് ആഫ്രിക്കൻ പാരറ്റ് ആൻഡ് ഗ്രീൻ പാരറ്റിന് കൊടുക്കുന്നതാണ്. ഞാൻ ഇത്രയും നാൾ ഉമ്മാർക്ക് വാങ്ങിച്ചുകൊണ്ടിരുന്നത് ഒരു ഡിഫറെൻറ്റ് പെല്ലറ്റാണ്. ഫ്രൂട്ടോസ് എന്നാണ് ആ പെല്ലറ്റിൻ്റെ പേര്. അതും ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പം ഞാൻ നോക്കി വന്നപ്പോഴാണ് ഈ ഫുഡ് കണ്ടത്, ഗ്രെയിൻ പെല്ലറ്റ്സ് എന്ന് പറഞ്ഞ്. ഇതിനകത്ത് ആക്ച്വലി ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഉണ്ട്. സൺഫ്ലവർ, സഫോള, സോർഗം, ബാർലി, പാഡി, ഓട്സ്, buckwheat, hemp, pumpkin, soybean, almond and shell, wheat germ oil. അങ്ങനെ ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ഇത്രയും ഇൻഗ്രീഡിയൻസ് നമ്മൾ പോലും കഴിക്കാറില്ല, ബട്ട് അവർക്ക് വേണം. അപ്പോൾ ഈ പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കാം. മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഇത്രയും നാൾ ഞാൻ അവർക്ക് കൊടുത്തിരുന്ന ഫുഡ് ഒരു ഡിഫറെൻറ്റ് കമ്പനിയുടെ ആയിരുന്നു, ഡിഫറെൻറ്റ് ബ്രാൻഡിൻ്റെ ആയിരുന്നു. അവന്മാർ അതിൽ യൂസ് ടു ആയി. അപ്പോൾ ഇതിന് പുതിയത് ട്രൈ ചെയ്യാൻ നോക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മൊത്തം കളയേണ്ടി വരും. ഇഷ്ടപ്പെടലി ഒട്ടും തിന്നില്ല ഗൈസ്. അപ്പോഴത്തേക്കും ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും ഈ പ്രാവശ്യം. ഞാനിത് മെയിൻലി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച കാരണം ഇതിൽ കാറ്റിൽ ബോൺ ആൻഡ് എഗ്ഷെല്ലുണ്ട്. അത് ഞാൻ ഇതിന് മുമ്പ് വാങ്ങിച്ച എന്താ പറയുക പെല്ലറ്റ്സിൽ ഇല്ലായിരുന്നു. അപ്പോൾ അതും ആക്ച്വലി ഉമ്മർക്ക് റിക്വയർഡ് ആണ് ഈ ഏജിൽ. അപ്പം ഞാൻ നിങ്ങളോട് ഒരു കഥ പറയാം. ഞാൻ ഉണ്ടാക്കിയ ചായ ഒന്ന് കുടിച്ചു നോക്കട്ടെ. കൊള്ളാം ഗൈസ്, പാചകത്തിൽ നവം തന്നെയാണ് ഞാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നതെന്ന് വെച്ചാൽ എനിക്ക് ചെറുപ്പം മുതലേ ആക്ച്വലി പ്ലാന്റ്സും അനിമൽസും ഒത്തിരി ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു വളരെ ചെറുതായിരുന്ന പോലെ എൻ്റെ വീട്ടിൽ പട്ടി ഉണ്ടായിരുന്നു. അതിനുശേഷം കുറച്ചുകൂടി വലുതായപ്പോൾ ഞാൻ വീട്ടിൽ ഫിഷ് ടാങ്ക് വെച്ച് തുടങ്ങി. അപ്പോൾ ഒരു അക്വേറിയത്തിൽ നിന്ന് എൻ്റെ എത്ര 5-6 ടാങ്ക് ഉണ്ടായിരുന്നു. അരോവാന ഉണ്ടായിരുന്നു, ഒത്തിരി ചിക്ലിൻസ് ഉണ്ടായിരുന്നു, സോഫ്റ്റ് ഫിഷസ് ഉണ്ടായിരുന്നു. എല്ലാം ഒരു ടാങ്ക്, എല്ലാം ഒരു ഹാളിനകത്ത് ഞാൻ അറേഞ്ച് ചെയ്ത് വയ്ക്കുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ആക്ച്വലി പൈസ പോലും ഇല്ലായിരുന്നു ഫിഷസൊക്കെ വാങ്ങാനായിട്ട്. അപ്പോൾ കൂട്ടി വെച്ചിരുന്ന പൈസയിലാണ് ഫിഷസൊക്കെ വാങ്ങിച്ചിരുന്നത്. എസ്പെഷ്യലി ചിക്ലിറ്റ്സ് ഒക്കെ വാങ്ങുമ്പോഴത്തേക്കും. കാരണം ഒരു ചിക്ലിറ്റ് പേരിന് തന്നെ 200 രൂപയാണ്. അപ്പോൾ ഞാൻ വിഷു കഴിഞ്ഞിട്ട് കിട്ടുന്നത് ആ പൈസ എല്ലാം കൂട്ടി വെച്ചാണ് ഫിഷ് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയമൊക്കെ ഇരുന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു, ആ ടൈമിൽ ഇതുപോലെ പെറ്റ്സൊക്കെ വയ്ക്കാൻ എന്ത് പാടായിരുന്നു. പാട് ഇൻ ദ സെൻസ് ആക്ച്വലി അന്ന് പൈസ ഇല്ലായിരുന്നല്ലോ ഗൈസ് ഇതുപോലെ വാങ്ങിച്ച് വയ്ക്കാനായിട്ട്. ഇപ്പോൾ വാങ്ങിച്ച് വയ്ക്കാൻ ഓപ്ഷൻ ഉണ്ട്, ബട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സമയമില്ല. എന്നാലും ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് എല്ലാവരെയും പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വയ്ക്കാൻ. കണ്ടില്ലേ
ഒരു ഇത്രയും ചെറിയ വീട്ടിനകത്ത് ഞാൻ ഇത്രയും പെറ്റ്സിനെ ഓൾറെഡി വെച്ചിട്ടുണ്ട്. എനിക്ക് ഇനിയും പെറ്റ്സ് വേണമെന്നുണ്ട്. ഞങ്ങൾ ആക്ച്വലി ആഫ്രിക്കൻ പാരറ്റിനെയൊക്കെ വാങ്ങാൻ പ്ലാൻ ചെയ്തതാണ്. ബട്ട് എന്താ പറയുക, ഈ വീട്ടിനകത്ത് വയ്ക്കാൻ സ്ഥലം കുറച്ച് കുറവാണ്. അഞ്ജലിയെ കാണുന്നവരെ ഞാൻ കരുതി ആക്ച്വലി ഇതുപോലെ പെറ്റ്സിനെ വീട്ടിൽ വയ്ക്കാനുള്ള പ്രാന്ത് എനിക്ക് മാത്രമേ ഉള്ളത്. പക്ഷെ അഞ്ജലിയെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ആ വട്ടം എനിക്ക് മാത്രമല്ല ഗൈസ്, അഞ്ജലിക്കും ഉണ്ടെന്ന്. അപ്പോൾ അഞ്ജലിക്കും ആക്ച്വലി ഒരു ഡോഗിനെ വാങ്ങണമെന്ന് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഷിറ്റ്സു ആ ഡോഗിനെ വാങ്ങാനായിട്ട് എന്താ ഒത്തിരി നാളായിട്ട് ഞങ്ങൾ ആലോചിച്ചിരിക്കുന്നു. ബട്ട് സിൻസ് ഞങ്ങൾ ഇതുപോലെ ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് ഒത്തിരി ദിവസം മാറി നിൽക്കേണ്ടി വരും. അതാണൊരു പ്രശ്നം. അപ്പോൾ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഫിഗർ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് ഒരു ഡോഗിനെ വാങ്ങാൻ നോക്കാം. ഷിറ്റ്സു ആയിരിക്കും. അപ്പോൾ ചിലപ്പോൾ ആഫ്രിക്കൻ പാരറ്റും ആവാം. അപ്പോൾ എന്തായാലും രണ്ടായാലും ഞാൻ ഹാപ്പിയാണ്. പണി പാളി ഗൈസ്. ആക്ച്വലി നിങ്ങളോട് സംസാരിക്കുന്ന നേരത്തെ ഞാൻ 5 മിനിറ്റ് ഈ കാനിസ്റ്റർ ഫിൽറ്റർ ഓഫ് ചെയ്തായിരുന്നു. മൊത്തം വെള്ളം ലീക്ക് ആവാൻ തുടങ്ങിയതേ കണ്ടില്ലേ? അയ്യോ. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യാം. ഇപ്പോൾ ഓണായി. ടാങ്കിലെ വെള്ളം കുറഞ്ഞു ഗൈസ്, അതാണ് ആ ശബ്ദം ആക്ച്വലി. ഇനി ഞാൻ വിചാരിച്ചു നാളെ മറ്റന്നാൾ ടാങ്ക് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പ്രോപ്പറായിട്ട് വെള്ളം നിറയ്ക്കാം. ഞാൻ ഇന്നലെ പറഞ്ഞില്ലായിരുന്നോ ആമസോൺ മൊത്തം വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന്. അടുത്ത ഡ്രസ്സ് ഇന്ന് വന്നു. ഒരാൾ ട്രൈ ചെയ്തിട്ട് ഇപ്പം പുറത്ത് വരും. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ ആമസോൺ മൊത്തം വീട്ടിൽ വരികയാണെന്ന്. കൊള്ളാം, ഇത് കൊള്ളാം. ആക്ച്വലി ലുക്കുണ്ട്, നല്ല രസമുണ്ട്. അടിപൊളിയായിട്ടാ, അടിപൊളിയാ. പാൻറ് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ചെറുത് വേണ്ടേ, വിട്ട് കുറച്ച് കൂടുതലായി പോയെന്ന്. അഡ്ജസ്റ്റ് വേണ്ട, നമുക്ക് പുതിയ നോക്കാം. ബട്ട് കൊള്ളാം, നല്ല ലുക്കുണ്ട്. ആ ആമസോൺ അല്ല ഗൈസ്, മിന്ത്രയിലാണ് വാങ്ങിച്ചത്. സോച്ചാണ്. കൊള്ളാം, നല്ല ലുക്കുണ്ട് ആക്ച്വലി. ഓ, അടുത്ത ഡ്രസ്സ് എപ്പോൾ വരും? കൊള്ളാം, നല്ല രസമുണ്ട്. ഇന്നലത്തെ ഷൂ പോലെ ആയില്ല. ചെപ്പൽ പുതിയ വാങ്ങാം. റെഡ് കളറിന്റെ ചെപ്പൽ വേണ്ടേ? അടുത്ത ട്രിപ്പിനായിട്ടുള്ള പ്ലാനിങ് ആണ് ഗൈസ്. അതാണ് ഈ ഡ്രസ്സ് എല്ലാം. അപ്പൊ റെഡ് ഷൂവും തപ്പി പിടിച്ചെടുത്തു. അതിടാ, അതൊരു കംപ്ലീഷൻ വരുന്നില്ല. അത് ചീത്തായി പോയാ? ഇതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാ? കണ്ടിട്ട് തോന്നല്ല യൂസ് ചെയ്തെന്ന്. കൊള്ളാം, ഇതൊരു ലുക്ക് ഉണ്ടല്ലേ. ഈ ഡ്രസ്സിന്റെ കൂടെ ഈ ഷൂവിന്റെ പാറ്റേൺ നല്ലൊരുത്ത് പോകുന്നുണ്ട്. ബട്ട് ഇത് ആക്ച്വലി കുറച്ച് ഡള്ളായി. ഈ ഷൂ ഒത്തിരി പഴയതാണ്. ഞങ്ങൾ കല്യാണത്തിന് മുമ്പുള്ളതാണ് അല്ലേ. ഞങ്ങളുടെ ലവ് സ്റ്റോറിയുടെ മെമ്മറിയാണ് ഗൈസ് ഈ ചെപ്പല്. പുതിയ ഷൂ വാങ്ങിച്ചു തരാം, പ്രശ്നമൊന്നുമില്ല. ഇതിന്റെ കൂടെ ആക്ച്വലി അത്ര മാച്ച് ആവുന്നില്ല, കാരണം കുറച്ച് ഡള്ളായി ഷൂ. ആ കളർ കുറച്ചുകൂടെ എന്താ ബ്രൈറ്റ് വേണം, എന്നാലേ ഇത് മൊത്തത്തിൽ സിങ്ക് ആയിട്ട് പോവുള്ളൂ. പുതിയ ചെപ്പൽ നോക്കാം. മിന്ത്ര ഇരിക്കില്ലേ ആപ്പ് മൊബൈലില്. അപ്പോ നിങ്ങൾക്കും ഞാൻ പറഞ്ഞ പറ. അപ്പോ നിങ്ങൾക്കും ഈ ചുരിദാറ് വാങ്ങണമെങ്കിൽ ഒല്ലി കുർത്ത. ഇതിന്റെ ലിങ്ക് ബാംഗ്ലൂർ പാർക്കിംഗ് വലിയ പാടാണ് ഗൈസ്. ഒരുവിധം പാർക്ക് ചെയ്തു, റോഡ് സൈഡിലാണ്. രാത്രി 10 മണിയായി, പിന്നെ കുഴപ്പമില്ല. ഇപ്പൊ വീട്ടിലിരുന്ന് ബോറടിച്ച് മെഗ്ഡിയിൽ വന്നാണ് ഞങ്ങള്. ജങ്ക് കഴിക്കുന്നപ്പാ. ബർഗർ. അപ്പൊ ഇന്നത്തെ ഡിന്നർ ജങ്ക് ആണ് ഗൈസ്. കോഫി വാങ്ങിച്ചു, പിന്നെ ചിക്കൻ വിങ്സ് ആണ്, പിന്നെ 2 ബർഗറും വാങ്ങിച്ചു. അപ്പോൾ ഡിന്നർ ഇന്നത്തെ മെഗ്ഡിയിൽ. എങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പൊ മെഗ്ഡി? ഞങ്ങൾ ആക്ച്വലി ഒത്തിരി നാളെ മെഗ്ഡിന്നൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ കഴിക്കാറില്ലായിരുന്നു. ഇന്ന് ചുമ്മാ ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് വന്നതാണ്. അപ്പോൾ ഞങ്ങൾ വീണ്ടും നിർത്തി ഗൈസ് മെഗ്ഡി എല്ലാം. അല്ല ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നതിൽ കുഴപ്പമില്ല. ബട്ട് റെഗുലർ ആയിട്ട് കഴിക്കുന്ന ആക്ച്വലി എന്താ പറയുക, ഹെൽത്തിന് നല്ലതല്ല. ഞങ്ങളിപ്പം കുറേ നാൾക്ക് ശേഷം ഇന്ന് കഴിച്ചത്, അപ്പോൾ റിയലൈസ് ആയത്. ഞങ്ങൾ അങ്ങനെ മെഗ്ഡിയിലെല്ലാം പോയി ഇപ്പോൾ തിരിച്ചെത്തി ഗൈസ്. ആക്ച്വലി ഞങ്ങൾ ഒത്തിരി ദിവസത്തിന് ശേഷമാണ് ഇന്ന് മെഗ്ഡിയിൽ പോകുന്നത്. ഞങ്ങൾ മാക്സിമം ശ്രമിക്കാറുണ്ട് എന്താ ജങ്ക് ഫുഡ് അവോയ്ഡ് ചെയ്യാനായിട്ട്. ബട്ട് ചില ദിവസങ്ങളിൽ പറ്റാറില്ല. ആ ഒരു ദിവസമായിരുന്നു ഇന്നും. അപ്പോൾ ഇത്രയും നാളും എൻ്റെ വീഡിയോ കണ്ട സ്ഥിതിക്ക് നിങ്ങൾക്ക് അറിയാമായിരിക്കും ഞാൻ ബാംഗ്ലൂരിലാണ്. ബാംഗ്ലൂരിൽ ജങ്ക് ഫുഡ്സിൻ്റെ അവൈലബിലിറ്റി എന്താണ് വളരെ സുലഭമാണ്. അതായത് ഡിഫറെൻറ്റ് മൊബൈൽ ആപ്സ് ഉണ്ട്, സ്വിഗ്ഗി, സൊമാറ്റോ. ഇതിലെല്ലാം ഏത് റെസ്റ്റോറൻറ്റ് ഓർഡർ ചെയ്താലും വിത്തിൻ 45 മിനിറ്റ്സ് വീട്ടിൽ കൊണ്ടെത്തിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ റെസ്റ്റോറൻറ്റ്സ് ജങ്ക് ഫുഡ് വിൽക്കുന്ന എല്ലാ റെസ്റ്റോറൻറ്റ് യുണീക്ക് സെല്ലിംഗ് പോയിന്റ് ആണ് അവരുടെ എന്താ ലൊക്കാലിറ്റി. എല്ലാ ലൊക്കാലിറ്റിയിലും ഒരു ഔട്ട്ലെറ്റ് അവരുടെ കാണും. ഫോർ എക്സാമ്പിൾ ഡൊമിനോസ്, പിസ്സ ഹട്ട്, KFC, മെഗ്ഡി, ഇവരുടെ എല്ലാവരുടെയും എന്താ പറയുക ഒരു ഔട്ട്ലെറ്റ് നിങ്ങളുടെ ലൊക്കാലിറ്റി കാണും, നിങ്ങൾ അഥവാ ബാംഗ്ലൂരിലാണെങ്കിൽ.
അപ്പോൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഇതുപോലുള്ള ജങ്ക് ഫുഡ്സിന്റെ സൈഡ് എഫക്ട്സ് എന്താണെന്ന്. ഞാനിപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് മെഗ്ഡിന്ന് കഴിച്ചത്. അപ്പോൾ എനിക്ക് ടേസ്റ്റ് ഡിഫറൻസ് ഈസിലി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റി. കാരണം നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഫുഡും എന്താ പറയുക ഇതുപോലെ ജങ്ക് ഫുഡും തമ്മിലുള്ള ഡിഫറൻസ് എനിക്ക് ഈസിലി ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റി. ആക്ച്വലി നമ്മുടെ ഹെൽത്തിന് വളരെ ഇമ്പാക്ട് ചെയ്യുന്ന ഒരു സാധനമാണ് ഗൈസ് ഈ ജങ്ക് ഫുഡ്സ്. അപ്പോൾ ഞാൻ പറയും ആക്ച്വലി ഈ വീഡിയോ കാണുന്നവർ കേരളത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ബാംഗ്ലൂരിലാണെങ്കിലും മാക്സിമം ട്രൈ ചെയ്യാൻ ജങ്ക് ഫുഡ്സ് അവോയ്ഡ് ചെയ്യാനായിട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഒട്ടും രക്ഷയില്ല. 9 to 5 ജോബ്സിന് ഇടയ്ക്ക് എന്താ പറയുക 9 to 5 അല്ല, ഞങ്ങളുടെ ഷിഫ്റ്റ് അനുസരിച്ച് എന്താ രാവിലെ 11 രാത്രി 12 ഇതുപോലെയാവും സമയം. അപ്പോൾ ഇതിനിടയ്ക്ക് കുക്ക് ചെയ്യാൻ ഒട്ടും രക്ഷയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്താ കുറച്ച് വെജിറ്റബിൾസ് അല്ലെങ്കിൽ റൈസ് ഇതൊക്കെ ബോയിൽ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാൻ ഞങ്ങളും അതാണ് ഇപ്പോൾ മാക്സിമം ശ്രമിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക പേരും ജങ്ക് ഫുഡ് ഓർഡർ ചെയ്യുന്നതിൻ്റെ മെയിൻ കാരണം വീട്ടിൽ കുക്ക് ചെയ്യാൻ പാടായതുകൊണ്ടായിരിക്കും. അതായത് എന്താ കറി ഉണ്ടാക്കണം, പിന്നെ എന്താ പറയുക വെജിറ്റബിൾസ് കട്ട് ചെയ്യണം, അത് കഴിഞ്ഞ് ഈ വെസൽസ് എല്ലാം വാഷ് ചെയ്യണം. ഇതൊന്നും എളുപ്പമുള്ള കാര്യമല്ല. അപ്പം ഞാൻ പറയും നിങ്ങൾ ഈസി കുക്കിംഗ് ഫോളോ ചെയ്യാനായിട്ട്. അപ്പം ഞങ്ങളിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ മോസ്റ്റ് ഓഫ് ദി ഡേയ്സ് ഞങ്ങൾ റൈസ് കുക്ക് ചെയ്യും. റൈസ് കുക്ക് ചെയ്യാൻ അത്ര സമയം എടുക്കില്ല, 5 മിനിറ്റ് കൊണ്ട് കുക്കറിൽ ആവും. അതിനുശേഷം എന്താ പറയുക ഞങ്ങൾ വെജിറ്റബിൾസ് കുറച്ച് കട്ട് ചെയ്ത് സ്റ്റീം ചെയ്യും. വെജിറ്റബിൾസ് ഞങ്ങൾ ബ്രൊക്കോളി, പിന്നെ എന്താ കോണ്, ഗ്രീൻ പീസ്, പിന്നെ ക്യാരറ്റ്, ബീറ്റ്റൂട്ട് ഇതൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം ബോയിൽ ചെയ്തിട്ട് അതിൽ കുറച്ച് കേർഡ്, ടൊമാറ്റോ എല്ലാം മിക്സ് ചെയ്ത് ഒരു കറി പോലെ ഉണ്ടാക്കും. അതാകുമ്പോൾ എളുപ്പത്തിൽ 10 മിനിറ്റ് കൊണ്ട് എല്ലാം കഴിയും. അപ്പോൾ ഇത് മൊത്തം കുക്ക് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് മോസ്റ്റ് ഓഫ് ദി ഡേയ്സ് 20 മിനിറ്റ്സേ എടുക്കാറുള്ളൂ. കാരണം ഈസി കുക്കിംഗ് ആണ്, എല്ലാം ബോയിൽ ചെയ്താണ് ഞങ്ങൾ കഴിക്കാറ്. അതുപോലെ ഹെൽത്തിനും അതുപോലെ എന്താ പറയുക അഡ്വാൻറ്റേജസ് ഉണ്ടാവും ഇങ്ങനെ കഴിക്കുമ്പോൾ. അപ്പോൾ ഇതുപോലൊക്കെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്ത് നമുക്ക് കുറച്ച് ഇമ്പ്രൂവ് ചെയ്യാം ഈ ഫാസ്റ്റ് മൂവിങ് ലൈഫിൽ. അപ്പോൾ വേറെ ഒരു വിശേഷം ഇല്ല ഗൈസ്. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഒത്തിരി ലെക്ചർ എന്നും അറിയാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പറയുക. അതുമല്ല വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നാളെ ഒരു പുതിയ വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് നൈറ്റ്, ശുഭരാത്രി. Yeah, I'm about to fade away, 'cause every time I wake up I feel like it's Monday. Something's going wrong with all the chemicals up in my brain. All of a sudden I don't look at anything the same way. Got a build up of my thoughts sitting in an ashtray. I'm sorry that I'm so inconvenient, okay.